ചേച്ചി ശരിക്കും ആദ്യം പറയാൻ തോന്നുന്നത് കിളി വന്നു കൊഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരെ എന്ന് സച്ചിദാനന്ദൻ പുഴങ്ങരയുടെ വരികളാണ് വിദ്യാസാഗറിന്റെ എവർഗ്രീൻ സോങ്സിൽ ഒന്നാണ്. ഞാൻ സാറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സത്യത്തിൽ ഈ പാട്ട് സാധാരണഗതിയിൽ ഇപ്പൊ ചൂളമടിച്ച് കറങ്ങി നടക്കും ചിത്ര ചേച്ചി കൊടുത്തു, അപ്പൊ അത് ശരിക്കും സുജാത ചേച്ചിക്കുള്ളതായിരുന്നു. ഇപ്പോ രവീന്ദ്ര മാഷ് വാർമുകിലെ ചിത്ര ചേച്ചിക്ക് കൊടുത്തപ്പോ വിദ്യാസാഗർ സാറ് വരമഞ്ഞൾ ആടിയോ കൊടുത്തു. പക്ഷെ ഇത് സാധാരണഗതിയിൽ ഉള്ളതല്ലല്ലോ, ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്തതെന്ന് ചോദിച്ചു. സാർ പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിൽ വരുന്നവർക്ക് കൊടുത്തു എന്നാണ്. ചേച്ചി ഈ തരത്തിൽ ചിന്തിച്ചിട്ടില്ലേ? ഇത് ഞാൻ എപ്പോഴും ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ചൂളം പഠിച്ചാണ് യൂഷ്വലി എനിക്ക് മ്യൂസിക് ഡയറക്ടേഴ്സ് ചൂസ് ചെയ്ത് തരുന്ന പാട്ട്. കാരണം എനിക്ക് എപ്പോഴും ഒരു ഹാപ്പി ബബ്ലി സോങ്സ് ആണ് കൂടുതലും തന്നിട്ടുണ്ട് എല്ലാവരും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, എന്റെ സ്വഭാവം കൊണ്ടായിരിക്കും. പക്ഷെ ഇതൊരു കുറച്ച് സീരിയസ് സോങ്, ഒരു കവിത എന്ന് പറഞ്ഞാണ് വിളിച്ചത്. പക്ഷെ കുറച്ചും കൂടെ ഒരു ചിത്രയ്ക്ക് കൊടുക്കേണ്ടിയിരുന്ന പാട്ടാണത്. പക്ഷെ എനിക്ക് തന്നു, എന്റെ ഭാഗ്യം എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പാട്ടുകൾ കുറച്ച് പാടാൻ പറ്റി. അതിനുശേഷം എപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കണം, ഇനിയും ഞാൻ ചോദിക്കാം വിദ്യാസാഗർ ചോദിക്കണം, ഇനി കാണുമ്പോൾ ചോദിക്കണം ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, കൃത്യമായിട്ട് ആൻസർ പറയുന്നത്. അപ്പൊ ചിലപ്പോ ചോദിക്കും, ആഹാ മാത്തട്ടുമാ ഇനിയും ചിലപ്പോ സാർ എങ്ങനെയാന്ന് പറയും. അതിന്റെ കൂടെ ഇപ്പോ ചേച്ചി കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പനൊക്കെ മഞ്ജു ചേച്ചിക്ക് വേണ്ടി പാടിയിരുന്നു ജോസഫ് മാഷിന്റെ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ഒക്കെ മഞ്ജു ചേച്ചിയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏറ്റവും ടോപ്പ് പാട്ടുകളിൽ ഒന്നായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ആ ഹസ്കിനെസ് ഇല്ലേ, അത് ആ കുട്ടി സ്റ്റേജിൽ പാടുന്നത് തന്നെയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. അത് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ സിനിമ? ഒരുപാട്. ഞാൻ ആ സമയത്ത് എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും അത് പറയായിരുന്നു. കാരണം മഞ്ജു ഒരു ഭയത്തോട് നിന്ന് പാടുന്നത്, ആ ഒരു നമ്മുടെ വോയിസും മഞ്ജുവിന്റെ ആക്ടിങ്ങും അത് അങ്ങനെ മേർജായി. അങ്ങനെയാണ് മഞ്ജു അത് ആക്ട് ചെയ്തത്. ഒന്നാമതൊരു പേടിയുള്ള ഒരു ക്യാരക്ടറാണ്, കോലം വരുമ്പോഴൊക്കെ പേടിച്ചിട്ട്. അപ്പൊ നമുക്ക് പാടുമ്പോ ആദ്യമായിട്ട് എപ്പോഴും ഒരു പല്ലവി തുടങ്ങുമ്പോ എന്റെ വോയിസിൽ എപ്പോഴും ഒരു പേടി ഉണ്ടാവും, ഒരു റെക്കോർഡിങ്ങിന്റെ. അതിൽ ആ പേടി മഞ്ജുവിന്റെ സീനിൽ ശരിക്കും കണ്ടു. ഏതായാലും എനിക്ക് തോന്നുന്ന മേ ബി അതുമായിരിക്കും, ഒരു ആദ്യമായിട്ട് പാടുന്ന ഒരാളുടെ ചിത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചിത്ര വോയിസ് നല്ല പളിച്ചു നിൽക്കണല്ലേ ആയിരിക്കില്ല. അപ്പൊ നമ്മുടെ ഒരു പേടിയും കൂടെ ഉദ്ദേശിച്ചിട്ടായിരിക്കും വിദ്യാജി വിളിച്ചത്. അറിയില്ല എന്തോ, ഏതായാലും കിട്ടി ആ പാട്ട്, സന്തോഷായി. ഇനി റഹ്മാൻ സാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്ന മെയിൻ സ്ട്രീം ഗായിക എന്ന് പറയുന്നത് ശ്വേതയാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും, ഞാൻ വിചാരിക്കുന്ന ആ ഫാക്ട് ശരിയാണോ എന്ന് അറിഞ്ഞൂടാ, കുച്ചി കുച്ചുരാക്കമ്മയിലാണ് ശരിക്കും എ റഹ്മാൻ സാറിന് വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ പോയി പാടിയിട്ടുണ്ട് ഇല്ലേ? സുജാത ചേച്ചി കണ്ണാളനെ സോങ്ങിൽ കോറസ് പാടിയിട്ടുണ്ട്. തമിഴ് ആദ്യം റോജ കഴിഞ്ഞിട്ടാണ് ബോംബെ ഒക്കെ വന്നത്. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ യോദ്ധ ഇറങ്ങുന്നത്, അതിൽ കുനുവിനെ പാടി. അപ്പൊ ഫസ്റ്റ് സോങ് 92-ലാണ് രണ്ടും വരുന്നത്. ഫസ്റ്റ് സോങ് അപ്പൊ കുനുവിനെയാണോ? ആദ്യം യോദ്ധ തന്നെയായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞിട്ടാണ് തമിഴ്. പക്ഷെ റിലീസായത് റോജയാണ്. പുതുവെള്ളൈ മഴ പോപ്പുലർ പാട്ട്. ആദ്യം പുതുവെള്ളൈ മഴയല്ല പാടിയത്, കാതൽ റോജ ആദ്യം പാടിയത് ഫസ്റ്റ്. ശ്വേത, ആദ്യം നമുക്ക് റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് പാടി തന്നെ തുടങ്ങാം. ധനുഷിന്റെ സിനിമയിലെ ധനുഷ് സ്ഥിരമായിട്ട് വരി എഴുതുന്ന ഒരാളാണ്. അപ്പോ ധനുഷ് പക്ഷെ ഇതിൽ വരി എഴുതിയിട്ടില്ല. സാധാരണ ഇതിൽ ധനുഷ് എഴുത്തും കൂടെ പോകുന്നതാണ്. സിനിമയുടെ റൈറ്റിങ്ങും ഡയറക്ഷനും ധനുഷിന്റെ രണ്ടാമത്തെ പടമാണെന്ന് തോന്നുന്നു. വാട്ടർ പോക്കറ്റ് പാടി നമുക്ക് തുടങ്ങാം. വാട്ടർ പാക്കറ്റ്, അതെ, പാക്കറ്റ് എന്നാണ് പറയാ. അതാണല്ലേ, ഇന്നും കൊഞ്ചം നേരം റഹ്മാൻ സാർ ആണ് ഇന്നും കൊഞ്ചം നേരം. അതെ അതെ, വാട്ടർ പാക്കറ്റ്. പിന്നെ ആ പാട്ട്, അങ്ങനെ ധനുഷിന്റെ കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സൂപ്പർ ഹിറ്റ് ആണ്. ഒരു 10-11 സോങ്സ് ഉണ്ട്, എല്ലാ ഹിറ്റ്സ് ആണ്. ധനുഷിന്റെ ഫസ്റ്റ് മൂവി പവർ പാണ്ടി, അതിനകത്തും 2 സോങ്സ് പാടിയിട്ടുണ്ട്, അതും നല്ല സോങ്സ്. അത് ധനുഷ് ഡയറക്ട് ചെയ്ത പവർ പാണ്ടി, ധനുഷ് ഡയറക്ട് ചെയ്ത ഫസ്റ്റ് പടം, ഡയറക്ട് ചെയ്ത ഫസ്റ്റ് സോങ്. ഇത് വാട്ടർ പാക്കറ്റ് പാടി. ഇത് റായൻ ഓണമായിട്ട് വാട്ടർ പാക്കറ്റ്. അതെ അതെ അതെ, കേരളയിലെ നീ இருக்கிறியே ஓலை கொட்டாயா, சும்மா நடக்கிறியே தவளை கொட்டாயா, நீ இருக்கிறியே ஓலை கொட்டாயா, சும்மா நடக்கிறியே தவளை கொட்டாயா, மஜாவா இருக்கிறியே பஞ்சம் மிட்டாயா, அம்மா பஞ்சம் மிட்டாயா, ஐயோ பஞ்சம் மிட்டாயா, சோஜாவா நடக்கிறியே ஓ மடியில சாஞ்சு, வாட்டமா இருக்கிறியே வாட்டர் பாக்கெட் மூஞ்சு, காஞ்ச மிளக போல இருக்கிறேன்னு காஞ்சு, என் மனசு
സുപ്രിയ നിമ്മീന പോല ആഞ്ചി നിമ്മീന പോല ആഞ്ചി നിമ്മീന പോല ആഞ്ചി നിമ്മീന പോല ആഞ്ചി നിമ്മീന പോല ആഞ്ചി. ഇതൊരു 62 മില്യൺ കഴിഞ്ഞു യൂട്യൂബിൽ വ്യൂവർഷിപ്പ്. Oh God, really? വേറെ ലെവൽ, അത്രയും ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മലയാളം ബിന്നി മാഡത്തിന്റെ മകള് ശിവാംഗിയാണ് പാടിയത്. അത് ഭയങ്കര ഒരു കണക്ഷനാണ്. ഞാൻ കേട്ടിട്ടില്ല, കേൾക്കണം എനിക്ക്. മലയാളം വേർഷൻ വന്നാ? മലയാള വേർഷൻ പാടിയിരിക്കുന്നത് ശിവാംഗിയാണ്. അത് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയല്ലേ, കാരണം ശ്വേത, ശിവാംഗി, ബിന്നി, കൃഷ്ണ ഒരു ഗുരുവിന്റെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഒരു കണക്ഷൻ ആണ്. കാരണം ബിന്നി ചേച്ചിന്റെ അവിടെ ഞാൻ ചേരുമ്പോ ശിവാംഗി എന്ന് പറയുന്നത് 1 വയസ്സേ ഉള്ളൂ അവൾക്ക്. അവള് പാട്ട് പാടണം എന്ന് പറയണതും, പിന്നെ ഞാൻ സൂപ്പർ സിംഗറിൽ ജഡ്ജായിരിക്കുമ്പോ അവള് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നതും, അതിനു മുമ്പേ കണ്ടസ്റ്റന്റ് ആയിട്ട് വരൂ എന്ന് പറയുമ്പോ അയ്യോ ഞാനോ കണ്ടസ്റ്റന്റോ, ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാ എനിക്ക് കാറ്റ് മാത്രമേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുട്ടിയാണ്. ഇപ്പൊ അത്രയും സ്മാർട്ടായിട്ട് ക്യാമറമാണ് അവളുടെ ജീവിതം. സോ കേൾക്കണോ, എനിക്ക് അവളുടെ വേർഷൻ കേൾക്കണം. അത് ഇന്ന് പാടിയിട്ടുണ്ടായിരുന്നു, ഞാൻ പാടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം. അതേ ദിവസം തന്നെ ശ്വേതയെ കാണാൻ പറ്റുന്നത്, കാരണം നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ. എന്നാൽ എ ആർ റഹ്മാൻ കണക്ഷൻ ഉണ്ട്. കാരണം എ ആർ റഹ്മാന് വേണ്ടി ആദ്യം പാടുന്നത് സുജാത ചേച്ചി, എന്നിട്ട് പിന്നെ പോയിട്ട് അതേ എ ആർ റഹ്മാന് വേണ്ടി പോപ്പുലർ ആയിട്ട് ഇപ്പൊ എ ആർ റഹ്മാൻ, ഇളയരാജയൊക്കെ പ്രധാനമായിട്ട്, വിദ്യാസാഗർ സാറും ഒക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ശ്വേത ആവുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഹൈപ്പ് ചേച്ചി എങ്ങനെയാ കാണുന്നേ? എന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണത്. ആദ്യം വിളിച്ചത് ആരാ? വിദ്യാജിയോ റഹ്മാനോ രാജാ സാറോ? ആരാണ്? റഹ്മാൻ സാറാണ് കുറെ വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കും. 7-8 years ആയിട്ട് റഹ്മാൻ സാറിന്റെ ഷോസിന് പാടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാജാ സാറിനെ പിന്തുടർന്ന് രാജാ സാറിനെ കൊണ്ട് എന്നെ വിളിപ്പിച്ചതാണ്. ഞാൻ സാർ, എനിക്ക് സാറിന്റെ കോൺസേർട്ടിൽ പാടണം സാർ, പാടണം സാർ, പാടണം, ഒന്ന് വിളിക്കാമോ സാർ, വിളിക്കാമോ സാർ, വിളിക്കാമോ സാർ പറഞ്ഞു വിളിപ്പിച്ചതാണ്. അത് എനിക്കെന്താ വെച്ചാൽ ഞാൻ ഒരു 7-8 വർഷം അങ്ങനെ ആക്റ്റീവായിട്ട് ഞാൻ പാടുന്നില്ല. അപ്പോ ആ സമയത്ത് ഇവരൊക്കെ പാടാൻ വിളിക്കുമ്പോ എനിക്കെന്തൊരു, എന്റെ ഒരു ഭയങ്കര അനുഗ്രഹമല്ല. അതുകൊണ്ടായിരിക്കും ഞാൻ മേ ബി ഈ ഫീൽഡിൽ ഞാൻ പാടുന്നില്ല എന്നുള്ളത് ഞാൻ അറിയുന്നില്ല. പാടുന്നുണ്ട്, ഇപ്പൊ ഷോസിനൊക്കെ പാടുന്നുണ്ട്, പക്ഷെ ഫിലിം. സുജാത ചേച്ചി പാടുന്നില്ല എന്ന് പറയാൻ പാടില്ല. പാട്ട് നിർത്താൻ ഒരു അവകാശവും ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞു, പണ്ടത്തെ നമ്മള് കാലത്ത് എണീറ്റ നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതേ പാട്ടുണ്ടല്ലേ, പാട്ട്. അത് കഴിഞ്ഞ് വന്നിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്ത റെക്കോർഡിങ്ങിന് ആ ഒരു ഇത് ഇപ്പൊ ബ്രേക്ക് അല്ലേ. ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആണ് ഇപ്പൊ ലൈഫ്. അപ്പൊ ഇപ്പൊ നമ്മള് ഷൂട്ടിന് പോകുമ്പോ അവിടെ പാട്ട് തന്നെയാണ്, റെക്കോർഡിങ്സ് പാടുന്നുണ്ട്. പക്ഷെ സ്റ്റേജ് ഷോസ് എന്ന് പറഞ്ഞാൽ അധികം പണ്ടത്തെ പോലെ ചവകാന്നോടി നടന്ന് പാടുന്നില്ല. അപ്പൊ ആ ഒരു കുറവ് മേ ബി ശ്വേത ഇങ്ങനെ പോകുന്നത് കൊണ്ട് അത് ഞാൻ അറിയുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് വേറെ മനസ്സിനൊരു ദുഃഖമൊന്നും വരാത്തത്. ഷീസ് ടേക്കിംഗ് അപ്പ് ആ ഒരു റോഡ്. ഐ തിങ്ക് ദ മോസ്റ്റ് ലേണിംഗ് ഈ 3 കമ്പോസേഴ്സിന്റെ അടുത്ത് ഷോസിൽ പാടുമ്പോൾ ലേണിംഗ് ഇസ്, ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏറ്റവും ലേണിംഗ് ഉള്ള എക്സ്പീരിയൻസ് ഭയങ്കര തന്നെയാണ്. സ്റ്റേജ് എന്ന് പറയുമ്പോ പറയാ ശ്വേത പറയാ, ഓരോ ഈ 3 പേരും ഡിഫറെന്റ് ആണ് ഓൺ സ്റ്റേജ്. ആൻഡ് അവര് കോംപ്രമൈസ് ചെയ്യാത്ത 3 ലെജൻസ് ആണ്. സിംഗിങ്, ഞാൻ സിംഗറായിട്ട് പറയാണ്. അഫ്കോഴ്സ് മ്യൂസിക്കില് അവര് ഓരോ മ്യൂസിഷ്യൻസും നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും, ഓരോ മ്യൂസിഷ്യൻസിന്റെ അടുത്തുനിന്ന് എത്രത്തോളം പെർഫെക്ഷൻ എക്സ്പെക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു സിംഗറായിട്ട് 3 പേരും ശ്രുതി ആയാലും ശരി, വാക്കുകളായാലും ശരി, അതിന്റെ ഡെലിവറി ആയാലും ശരി, ബ്രെത്ത് എടുക്കുന്ന സ്ഥലമായാലും ശരി, അവർ 3 പേരും വെരി പർട്ടിക്കുലർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ദ ബെസ്റ്റ്. ആൻഡ് നമ്മുടെ അടുത്തുനിന്ന് ബെസ്റ്റ് ഷോയിലും കിട്ടാൻ വേണ്ടി അവര് നമ്മുടെ അടുത്ത് തരുന്ന ടിപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി രാജാ സാറൊക്കെ. ഞാൻ രാജാ സാറിന്റെ സ്റ്റേജിൽ പാടിയിട്ടേ ഇല്ല. പണ്ടൊരു പ്രോഗ്രാമിന് ഇവിടെ ചെന്നൈയിൽ ഞങ്ങൾ എല്ലാവരും, ചിത്ര, സ്വർണലത, ഞാന്, അന്ന് രേവതി നടത്തിയ ഒരു ഷോ ആണെന്ന് തോന്നുന്നു. അന്ന് രാജാ സാർ എന്നെ കമ്പോസ് ചെയ്ത്
ഞങ്ങൾ എല്ലാവരും ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് പാടിയ ഒരു പാട്ടുണ്ട്. ആ ഒരു സ്റ്റേജ് അല്ലാതെ ഞാൻ രാജാ സാറിന്റെ സ്റ്റേജ് ഷോ പാടിയിട്ടേ ഇല്ല. വിദ്യാജിയുടെ പണ്ട് സിംഗപ്പൂരൊക്കെ പാടിയിട്ടുണ്ട്, പിന്നെ പാടിയിട്ടില്ല. റഹ്മാന്റെ പിന്നെ കുറച്ച് പാടിയിട്ടുണ്ട്. പക്ഷെ ആ റഹ്മാൻ അല്ല ഇപ്പോഴത്തെ റഹ്മാൻ ഓൺ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അന്നൊന്നും നമ്മൾ ഡ്രസ്സ് അതൊന്നും നോക്കില്ല, നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ടു. ഇപ്പോഴല്ലേ ഓരോ അറ്റയർ, ആ സ്റ്റേജിലെ ആ കളർ കറക്റ്റ് ആയിരിക്കണം, ഓരോ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. റഹ്മാൻ സാർ ഇപ്പോഴാണ് കുറച്ചും കൂടി ഫ്രീ, ലൈക്ക് വെരി ഓഡിയൻസ് ഫ്രണ്ട്ലി. ഐ തിങ്ക് ഹി വാസ് വെരി അതെ.